ഓപ്പർച്യൂണിറ്റീസ് ഗ്രാബ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവർക്കറിയാൻ ഡെഫിനറ്റ്ലി ടീം വേണം, അല്ലാന്നുണ്ടെങ്കിൽ അവർ പൊട്ടും. ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്നത് നമ്മുടെ വർക്കിംഗ് ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റിനെ കുറിച്ചിട്ടാണ്. റിസ്ക് കുറവാണ്, അതായത് ഇവിടെ ഒരു ബിസിനസ് എക്സിസ്റ്റഡ് ആണ്, കുഴപ്പമില്ലാണ്ട് റൺ ചെയ്തുകൊണ്ടിരിക്കുന്ന ബിസിനസ് ആണ്. ഇൻ ബിറ്റ്വീൻ വരുന്ന ഒരു ഓപ്പർച്യൂണിറ്റിനെ ഗ്രാബ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് മോസ്റ്റ് ഓഫ് ദ ടൈം ഈ വർക്കിംഗ് ക്യാപിറ്റൽ റിക്വയർമെന്റ് വരുന്നത്. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഏജൻസി പക്ഷെ നല്ല രീതിയിൽ വർക്കൊക്കെ ചെയ്ത് നല്ല ക്വാളിറ്റി വർക്കൊക്കെ ചെയ്ത് മാർക്കറ്റിൽ ഒരു അറ്റൻഷൻ കിട്ടുന്നു, നല്ല ക്ലയൻറ്റിനെ കിട്ടുന്നു. അവർക്ക് അവരുടെ വർക്ക് കണ്ടിട്ട് വരുന്ന കൂടുതൽ ക്ലയൻറ്റുകൾ അവരെ അപ്രോച്ച് ചെയ്യാൻ തുടങ്ങി. പക്ഷെ അവരുടെ അടുത്ത് ടീം ഇല്ല. അടുത്ത് വളരെ ലിമിറ്റഡ് ടീമിലാണ്, ഒരു 3-4 ടീമിനെ വെച്ച് റൺ ചെയ്യുന്ന ഏജൻസിയാണത്. വലിയ ഓപ്പർച്യൂണിറ്റീസ് ഗ്രാബ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവർക്കറിയാൻ ഡെഫിനറ്റ്ലി ടീം വേണം, അല്ലാന്നുണ്ടെങ്കിൽ അവർ പൊട്ടും. ഈ സിറ്റുവേഷനാണ് ഒരു വർക്കിംഗ് ക്യാപിറ്റലിന്റെ ശരിക്കുള്ള റിക്വയർമെന്റ് വരുന്നത്. ഇവിടെ അവർക്ക് സപ്പോർട്ട് ചെയ്യപ്പെടുന്ന ഒരു 6 മന്ത്സിലോട്ടേക്ക് അവർക്ക് റൺ ചെയ്യാനുള്ള ടീമിനെ ബിൽഡ് ചെയ്യാനുള്ള ഒരു ക്യാപിറ്റൽ കിട്ടുകയാണെങ്കിൽ ഒരു വലിയ ഓപ്പർച്യൂണിറ്റീസിലോട്ടേക്ക് അവർക്ക് എൻട്രി ചെയ്യാൻ പറ്റും. പല ബിസിനസ്സുകളിലും കണ്ടുവരുന്ന ഒരു ഇഷ്യൂ ആണ്. അതുകൊണ്ട് അവർ ലാഗ് ചെയ്ത് പോയി ആ ഓപ്പർച്യൂണിറ്റി മിസ്സാവും, അല്ലെങ്കിൽ ഉള്ള ടീമിനെ കൊണ്ട് അവരെന്ത് ചെയ്യും, ആ ഒരു വർക്ക് എടുത്തിട്ട് ക്വാളിറ്റി നഷ്ടപ്പെടും. ഇത് വലിയ ഒരു നഷ്ടത്തിലോട്ടേക്ക് ആ കമ്പനിക്ക് പോകും. അതിന് പകരം അവർക്ക് ആ ഒരു സപ്പോർട്ട് ഒരു 6 മാസത്തെ അല്ലെങ്കിൽ ഒരു 1 ഇയർ സപ്പോർട്ട് കിട്ടുകയാണെങ്കിൽ ദേ വിൽ ഫ്ലൈ. ദാറ്റ് ഈസ് വർക്കിംഗ് ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റ്സ്. ഇൻവെസ്റ്റ് ചെയ്യുന്ന ആൾക്കും വളരെ റിസ്ക് കുറവാണ്, എന്നാൽ എന്നെ സംബന്ധിച്ചിടത്തോളം അത് വളരെ ഹെൽപ്ഫുള്ളുമാണ്.